ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അത്തം നക്ഷത്രത്തിൻ്റെ 2026 ആണ്ട് മെയ് ജൂൺ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഈ മാസത്തെ സവിശേഷ ഫലങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ഈ അത്തം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ദമ്പതി ഭാവത്തിലൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ചില താളപ്പിഴകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ചില ഉലച്ചിലൊക്കെ ഉണ്ടാകുകൊണ്ട് ഈ അത്തം നക്ഷത്രക്കാർക്ക് ഒന്ന് ശ്രദ്ധിക്കുക. സ്വന്തം ഭാര്യയോടോ അതോ ഭർത്താവിനോടൊക്കെ കുറച്ച് വിട്ടുവീഴ്ച മനോഭാവത്തോട് പെരുമാറുക. നിങ്ങൾ അപവാദങ്ങളിലേക്ക് ചെന്ന് ചാടാനുള്ള സാധ്യത കൂടുതലാണ് അത്തം നക്ഷത്രക്കാർ ഈ മെയ് ജൂൺ മാസം. എപ്പോഴും നിങ്ങളെ കുടുംബ പ്രശ്നങ്ങൾ സദാ അലട്ടിക്കൊണ്ടിരിക്കും. മാനസികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടത് ഉണ്ടാക്കും. ചിലർക്കൊക്കെ സ്വന്തമായിട്ടൊരു ഗൃഹം വേണമെന്ന ആഗ്രഹം അത് സ്വന്തമാക്കാനുള്ള യോഗം കാണുന്നു. സഹോദരങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിങ്ങൾ അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി വരുന്നതാണ്. അതുപോലെ തന്നെ വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതയും അത്തം നക്ഷത്രക്കാർക്കുണ്ട്. നിങ്ങളുടെ ചിലവുകളും എക്സ്പെൻസുകളും അധികരിച്ചിരിക്കും. കുടുംബമായിട്ട് അകന്നു കഴിയേണ്ട സാഹചര്യം ചില അത്തം നക്ഷത്രക്കാർക്ക് കാണുന്നു. അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ട് ദോഷഫലങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ നേടിയെടുക്കാനുള്ള സാഹചര്യവും ചില അത്തം നക്ഷത്രക്കാർക്കുണ്ട്. ദീർഘനാളായിട്ട് മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്ന ഒരു നീരസമൊക്കെ നിങ്ങൾക്ക് ഈ മാസം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്, അഥവാ മാറിക്കിട്ടുന്നതാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മനസ്സിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾ പെരുമാറുന്ന ചില അവസ്ഥയുണ്ടാവും. നിങ്ങളുടെ മുൻകോപം മൂലം പല അനർത്ഥങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹന ഇടപാടുകളൊക്കെ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടമായിരിക്കും ഫലം ഈ മാസങ്ങളിൽ ലഭിക്കുന്നത്. സ്വജനങ്ങളുടെ ചതിയിൽപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഊഹാപോഹങ്ങൾ വെച്ചുള്ള കച്ചവടം, അതല്ല എങ്കിൽ ഷെയർ മാർക്കറ്റ് ബിസിനസ്സിൽ നിങ്ങൾ അവരുടെ വാക്കേട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ആർക്കെങ്കിലും ചെക്കിലോ ബോണ്ടിലോ ഒക്കെ ഒപ്പിട്ട് കൊടുക്കുക, പണം കടം കൊടുക്കുക. ഇതൊക്കെ സ്വന്തക്കാർ വഴിയുള്ള ആണ് വരുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. കഴിയാവുന്നതും നയചാതുര്യത്തോടുകൂടി ആ മേഖലയിൽ നിന്നും മാറി നിൽക്കുക. അതല്ല എങ്കിൽ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് മാത്രം ഇതിലേക്ക് തീരുമാനങ്ങൾ അവരെ അറിയിക്കുക. ചെക്കൊക്കെ ഒപ്പിടുമ്പോൾ അല്ലെങ്കിൽ ബോണ്ടുകൾ ഒപ്പിടുമ്പോൾ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രം സൈൻ ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നു. പ്രവർത്തന വിജയത്തിന് വേണ്ടി നന്നായിട്ട് പ്രയത്നിക്കേണ്ടതായിട്ട് വരും. അത്യുദ്ധാനം വേണ്ടി വരും. ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുറച്ച് സമയം അതിനെടുക്കുമെന്നേ ഉള്ളൂ. ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ചില ടേണിംഗ് പോയിന്റിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എത്തുന്നതാണ്. സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതിനുള്ള ആത്മബലവും ശാരീരിക ബലവുമൊക്കെ ദൈവം തരുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം കൂടി വരുന്നതാണ്. ഈ ജൂൺ മാസം അവസാനമൊക്കെ ആകുമ്പോൾ ഇച്ഛാശക്തിയും ആത്മവിശ്വാസമൊക്കെ നന്നായിട്ട് കൂടി വരും. നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നതാണ്. അതിനുവേണ്ടി സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നൊരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നതാണ്. നിങ്ങളെ എന്നാൽ മാനസികമായിട്ട് തളർത്തുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഉറ്റമിത്രങ്ങളെയൊക്കെ ചതിയിൽപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാലും നിങ്ങൾ ഇച്ഛാശക്തി മൂലം അവിടെ നിന്നൊക്കെ ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾ നിഷ്പ്രയാസം സാധിക്കാനായിട്ട് അതിന് സാധിക്കും. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളുടെ മേലിൽ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ അധ്വാനിയാണ്, അത് തീർച്ചയായിട്ടും അതിനുള്ള ഫലം ദൈവം തരുന്നുണ്ട്. ഇച്ഛാശക്തിയും നിങ്ങളുടെ നിശ്ചയദാർഢ്യവും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പൊസിഷനിലെത്താൻ സാധിക്കും. അസൂയാലുക്കൾ പലതും നിങ്ങളെക്കുറിച്ച് കഥകൾ മെനഞ്ഞ് പരത്തുമെങ്കിലും അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം. നിങ്ങൾ എടുത്തു പറയേണ്ട ബുധൻ ശനി ദിവസങ്ങളിൽ യാത്രകൾ കഴിയാവുന്നതും ശ്രദ്ധിച്ച് വേണം. ആ സമയത്തുള്ള യാത്ര ഒഴിവാക്കുക. 2 വീലറിലൊക്കെ യാത്ര ഒഴിവാക്കുക. കഴിയാവുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉപയോഗിക്കുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത്. പൊതുവെ ഗുണകരമായ സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ പ്രൊഫഷണലൊക്കെ നിങ്ങൾക്ക് ധാരാളം ഗുണഫലങ്ങളുണ്ട്. പൊതുവെ നിങ്ങളുടെ ചില ദോഷഫലങ്ങളുടെ മാറ്റ് കുറയ്ക്കാനും ഗുണഫലങ്ങളുടെ മാറ്റ് വർദ്ധിപ്പിക്കാനുമായിട്ട് നിങ്ങൾ ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുന്നത് നല്ലതാണ്. ഭഗവാനെ പാൽപ്പായസം നൽകുക, തിടപ്പള്ളിയിൽ പാൽപ്പായസം നൽകുക, കുന്നിക്കുരു മഞ്ചാടിക്കുരു എന്നിവ നൽകുക, തുളസിമാല നൽകുക, തൃക്കൈവണ്ണ നൽകുക. ഒന്നുമില്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ പോയി സ്വന്തം സങ്കടങ്ങൾ
ഭഗവാനോട് പറയുക. കുചേലൻ ഭഗവാനെ തേടിപ്പോയപ്പോഴാണ് കുചേലന് ഭഗവാൻ അനുഗ്രഹം നൽകിയത്. അല്ലാതെ ഭഗവാൻ കുചേലൻ തേടി ഒരിക്കലും എത്തിയിട്ടില്ല എന്ന കാര്യം വിസ്മരിക്കരുത്. ചെന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സങ്കടങ്ങൾക്ക് തീർച്ചയായിട്ടും ഭഗവാൻ പരിഹാരമുണ്ടാക്കി തരും, ശത്രുദോഷവും കുറച്ച് തരും. സമസ്ത പരാതങ്ങളും പറഞ്ഞ് ഭഗവാന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിക്കുക. ഭഗവാൻ രക്ഷിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളുടെ വീഡിയോ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.